സാറിനെ കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഇതിന്റെ ജോണർ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ സിനിമയിലെ നായികയുടെ പേരെന്താ? ഓക്കെ, അതല്ല ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. മലയാളത്തിന്റെ യുവതാര നിരയിലെ നടന്മാരിൽ ഏറെ പ്രിയകരനായ ഉണ്ണിമുകുന്ദനെ UC കോളേജിന്റെ പേരിലും തരംഗം കോളേജ് യൂണിയന്റെ പേരിലും സ്നേഹത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹാർട്ടി വെൽക്കം സാർ. ഹലോ UC, എല്ലാവർക്കും ഫസ്റ്റ് PG പ്രോഗ്രാമിലേക്ക് അതുപോലെ തന്നെ ഹോളി ആഘോഷത്തിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത മലയാളം സിനിമാ താരം നമ്മുടെ ഉണ്ണിയേട്ടാണ്, ഉണ്ണിമുകുന്ദൻ ചേട്ടനാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജയഗണേശൻ ടീം, അതുപോലെ തന്നെ യൂണിയൻ മെമ്പേഴ്സ്. അപ്പം ഇനിയും ഞാൻ അങ്ങോട്ട് ഉണ്ണിച്ചേട്ടൻ്റെ മൈക്ക് കൊടുക്കുകയാണ്. അപ്പം ചേട്ടാ Hi guys. നമസ്കാരം ആൻഡ് ഹാപ്പി ഹോളി. ഇന്ന് ഇവിടെ ഹാപ്പി സെലിബ്രേഷൻ ആണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ 2ാം തവണ ഇവിടെ വരുന്നത്. എൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാനിവിടെ ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. ഐ ഗസ് യു ബെസ്റ്റ്. നിങ്ങൾക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിലും. എല്ലാവർക്കും ലൈക്ക് ഹോളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണോ സെലിബ്രേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേസ്, എൻ്റെ പുതിയ സിനിമ റിലീസാവുന്നുണ്ട് ജയഗണേഷ്, ഏപ്രിൽ 11-ന്. സോ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സിനിമ കാണണം. പിന്നെന്താ, ഇന്ന് അടിച്ചു പൊളിക്കാം. സീഡൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം ചെയ്ത് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച് മല്ലു സിംഗിലൂടെ ഏവരെയും ത്രസിപ്പിക്കുന്ന ഒരു നായകനായും അതിൽ നിന്നും ഏറെ വ്യത്യസ്തനായി തത്സമയം ഒരു പെൺകുട്ടിയിലെ മറ്റൊരു നായക വേഷത്തിലൂടെയും ജനമനസ്സുകൾ കീഴടക്കി ജനതാ ഗ്യാരേജിലൂടെയും മാസ്റ്റർ പീസിലൂടെയും ശക്തനായ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച് തന്നിലെ വൈദഗ്ധ്യമുള്ള കലാകാരനെ തുറന്നു കാണിച്ച നടന വിസ്മയം ഇന്ന് ജയഗണേഷ് എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നതോടെ 35-ലേറെ സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ പ്രതിഭയുടെ പേരാണ് ഉണ്ണി മുകുന്ദൻ. നമ്മുടെ അല്പനേരം നമ്മുടെ PG മാഗസീന്റെ കവർ പ്രകാശനത്തിനായി ഉണ്ണിമുകുന്ദൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഡാൻ തോമസിനെയും ബാക്കി യൂണിയൻ മെമ്പേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യും. PG വിദ്യാർത്ഥികൾ കൊടുത്തൊരു ഉറപ്പായിരുന്നു നമ്മുടെ PG വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മാഗസിൻ, PG മാഗസിൻ. അത് ഞാൻ സാറിനെ കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. നമ്മുടെ PG മാഗസിന്റെ പേര് ഒരുക്കത്തിൻ തുടക്കം എന്നാണ്. നമ്മുടെ മാഗസിൻ എഡിറ്ററായ അംജദ് ഇവിടെ ഇല്ല. അംജദിന്റെ ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസുമായിട്ട് അംജദ് ഇവിടെ വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് നമ്മൾ ഈ ഒരു മാഗസിൻ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. സോ മറ്റൊരു പോർട്രേറ്റ് വരച്ചിട്ട് സെക്കൻഡ് PG ബോട്ടണിയിലെ സൃജനയെ ക്ഷണിക്കുന്നു. ഒരു വലിയ കൈയ്യടി കൊടുക്കാം നമ്മുടെ UCയുടെ കലാകാരന്മാർക്ക്. സൈക്കോളജിയിൽ നന്ദനയും നമുക്ക് വേണ്ടിട്ട് ഉണ്ണിച്ചേട്ടന് വേണ്ടിട്ട് ഒരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ട്. നന്ദനയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Come on UCNs, ഇത്രയുള്ള പവർ UCNsന്റെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂണിവേഴ്സിറ്റി ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. വെക്കേഷൻ സീസണാണ്. കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ജോണർ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും
നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത് ശങ്കറാണ്. രഞ്ജിത് ശങ്കർ എല്ലാവർക്കും അറിയാം. പുള്ളി പാസഞ്ചർ, അർജുനൻ സാക്ഷി, പ്രേതം, പുണ്യാളൻ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ്. പിന്നെ ഇതിൽ ഉണ്ണി മൂന്നനുണ്ട്, മഹിമ നമ്പ്യാരുണ്ട്, ഹരീഷ് പേരടിയുണ്ട്, ജോമോളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒരുപാട് ടെക്നിക്കലി ടാലൻറ്റഡ് പ്രൂവൺ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സംഗീത് പ്രതാപാണ്. നിങ്ങളെല്ലാം കണ്ടു കാണും പ്രേമലു എന്ന് പറഞ്ഞ സിനിമ. പ്രേമലുവിലെ അമൽ ഡേവിസ് ആണ് സംഗീത്. സോ ഹി ഹാസ് ഡൺ ദി എഡിറ്റിംഗ് പാർട്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക് സംഗീത് ശർമ്മ, ശങ്കർ ശർമ്മ, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് നമ്മൾ പ്രയത്നിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഏപ്രിൽ 11 തിയേറ്ററിലെത്തും. സോ സപ്പോർട്ട് ദ മൂവി ആൻഡ് താങ്ക് യു ഓൾ. ഹലോ ഉണ്ണിച്ചേട്ടാ, എന്നെ വെട്ടിക്കാൻ പറ്റുമോ? ഒരു വലിയ കൈയടി കൊടുക്കാം നമ്മുടെ അരുണ്. നമ്മൾ ഉണ്ണിച്ചേട്ടനായിട്ട് ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ്. അരുൺ ഫസ്റ്റ് സെക്കൻഡ് ഇയർ മലയാളത്തിലെ അരുൺ ഒരു വലിയ കൈയടി കൊടുത്ത യൂസിയൻസ്. കൂടിയും കൂടിയാണ്. അപ്പൊ ഒരു വെള്ള ടീഷർട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ യൂസിയൻസ് ഒരു ആഗ്രഹം പറയുമ്പോൾ നിറവേറ്റി തന്നിരിക്കണേ. ഉണ്ണിച്ചേട്ടൻ്റെ ഇതിന് വലിയ കൈയടി കൊടുത്തേ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ സിനിമ ഏപ്രിൽ 11 റിലീസാണ്. ജസ്റ്റ് ഇൻ കേസ് യു ഫിനിഷ് യുവർ എക്സാംസ്, നിങ്ങളുടെ ഫ്രീ ടൈം ആണെങ്കിൽ ടേക്ക് യുവർ ഫാമിലീസ്. നല്ലൊരു മൂവിയാണ്. ഞാൻ മാളികപ്പുറം എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഐ തിങ്ക് ഡിസംബർ 2022 റിലീസായ സിനിമയാണ്. അതിന് ശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇൻ ദ തിയേറ്റേഴ്സ്. സോ ടേക്ക് യുവർ ഫാമിലീസ്. ഇവിടെ വരാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം. വാട്ട് എവർ ലിറ്റിൽ പാർട്ടിസിപ്പേഷൻ ഐ കുഡ് ഡു, അതിൽ സന്തോഷം. സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ കാണും. ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. എങ്ങനെയാണ്, കാണില്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്താ പേര്? ഏത് ബാച്ച്? BSc Mathematics. BSc Mathematics അഭിരാമി. ഒരു മൈക്ക്. ഡ്യൂറ്റ് പാടണം. ഏത് പാട്ടാ? അരികിൽ പതിയെ പാടാം. അരികിൽ പതിയെ അറിയോ ലിറിക്സ്? അഭിരാമി പാടി വരാൻ ചോദിച്ചു.
ഇതുപോലത്തെ ടീഷർട്ട് കിട്ടും. സോ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയിലെ നായികയുടെ പേരെന്താ? ഓക്കെ, അതല്ല ചോദ്യം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മഹിമ നമ്പ്യാറും ഞാനും ഇതിനു മുന്നേ ജയഗണേഷ് എന്ന സിനിമ, അതുമല്ല ചോദ്യം. സോ മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ ഞാനും മഹിമ നമ്പ്യാരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയിൽ മഹിമ നമ്പ്യാർക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് ഒരു കൈ പൊക്കിയിട്ട് ആരെങ്കിലും ഉത്തരം പറയാൻ. മഹിമ നമ്പ്യാറിന്റെ ആൻസർ ആണോ? അവിടുന്ന് പാർട്ടിസിപ്പേഷൻ ഇല്ലേ? പാടി എന്താ എന്താ വേദിക്കാനും ആര്? സാറിന്റെ ക്യാരക്ടർ പോലീസ് ക്യാരക്ടറായി. സാറും അതുപോലെ തന്നെ കലാപം ഷാജോനും കൂടെ എന്താ പറയാ ഒരു വീഡിയോ കണ്ടതിന്റെ പേരില് സാറ് അവരെ എന്താ പറയാ രാത്രി ചില ചോദ്യങ്ങൾക്ക് ആൻസർ എന്നാ ആൻസർ ബ്രീഫ് എന്ന് പറയുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞു. അതുപോലെ താങ്ക് യു. കറക്റ്റ് ആൻസർ. എന്താ പേര്? താങ്ക് യു. പേര് ബഷാർ. ബഷാർ ഏത് ബാച്ച് ആണ്? എന്താണ്? തേർഡ് ഇയർ ബികോം. ബഷാർ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ ദി പാർട്ടിസിപ്പേഷൻ. വണ്ടർഫുൾ. മൂവി കാണണം കേട്ടോ. താങ്ക് യു. അപ്പോൾ പ്ലീസ് ഫ്രണ്ട്സ് എന്നാ താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ട്രെയിലർ പ്ലേ ചെയ്തിരുന്നു, അത് ശ്രദ്ധിച്ചോ അതോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല? ശ്രദ്ധിച്ചു. അപ്പോ ചോദ്യം എന്താ? ടീസർ പ്ലേ ചെയ്തോ? ഐ തിങ്ക് ഇറ്റ്സ് എ ട്രെയിലർ. ട്രെയിലർ അല്ലേ പ്ലേ ചെയ്തത്? ടീസറാ പ്ലേ ചെയ്തത്? ഓക്കെ. അപ്പോ ഈ ജയഗണേഷ് എന്ന കഥാപാത്രത്തിന് ഒരു പവർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത്? അങ്ങനെയല്ല, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അടിപൊളി. എന്താ പേര്? ശ്രേയ. ഹായ് ശ്രേയ, പ്ലീസ് കം. ശ്രേയ ഏത് ബാച്ചാണ്? എവിടെ? PG. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒരു എക്സൈറ്റിംഗ് പ്രൈസ് കിട്ടുന്നുണ്ട്. ഏത് പാട്ടാണ്? ശ്രേയ പറയൂ. തുഷ്മേ രബ് ദിഖ്താ ഹൈ. ഓക്കെ, ഒരു ലിറിക്ക് തരും. വേണ്ട ബ്രോ, എനിക്ക് അതിന്റെ ലിറിക്ക് തരും. तुझमें रब दिखता है, तुझमें रब दिखता है.
വാസ് നൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. അതിനുശേഷം ഈ ടഫ് ക്വസ്റ്റ്യൻ തീരും. ജയഗണേഷ് എന്ന സിനിമ റിലീസ് ആവുകയാണ്. ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര സ്മാർട്ടായ കുട്ടികളെന്ന് തോന്നുന്നു. ആ സൈഡിൽ നിന്ന് പറയുന്ന കുട്ടികൾ നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണോ? ലൈക്ക് ബ്രോ എന്താണ് റിലീസ് ഡേറ്റ്? ഏപ്രിൽ 14. ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് കൈ പൊക്കി അവർക്ക് ടീഷർട്ട് കിട്ടും. ഒന്നും ഞാൻ പറയാൻ പൊക്കിയാൽ മതി. ആരാ കൈ പൊക്ക? ഫാസ്റ്റ് ആയിട്ട് കൈ പൊക്കുന്ന ആൾക്ക് ടീഷർട്ട് കിട്ടും. ഞാൻ പറയാം. ഓൺ ദ കൗണ്ട് ഓഫ് 3, that is 3, 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കുക. ഓക്കെ, 3. എനിക്കറിയില്ല, ചുമ്മാ പറയാം. അടിപൊളി. എന്താ പേര്? ടീഷർട്ട് അരുണിമ. ഓക്കെ, ഏത് ബാച്ചാണ്? MA എക്കണോമിക്സ്. അരുണിമ പെട്ടെന്ന് കൈ പൊക്കി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ കാണണം. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ എക്സൈറ്റിംഗ് ഗിഫ്റ്റ്. പാട്ട് പാടണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഫ്രീ ടൈം നിങ്ങൾ സിനിമ കാണണം. ആൻഡ് ലെറ്റ് മീ നോ. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. താങ്ക് യു. നമ്മുടെ ഡീട്രിക്സ്, നമ്മുടെ UC കോളേജിന്റെ ഒഫീഷ്യൽ ഡാൻസ് ക്ലബായ ഡീട്രിക്സ്. നമ്മുടെ CS ഡിപ്പാർട്ട്മെന്റിലെ ഭാവനയ്ക്ക് നമ്മുടെ ഉണ്ണിച്ചേട്ടനൊരു ഡാൻസ് കളിക്കണമെന്നുണ്ട്. ആരും തന്നെ പോകരുത്. उड़ते आजा सजना